ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിൻ്റെ താഴെയുള്ള പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. ആ പള്ളി ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള പള്ളിയാണ്. ഗീവർഗീസ് സഹദായെക്കുറിച്ച് പറയട്ടെ. AD 303 കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ആളാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. തുർക്കിയിലെ ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഗീവർഗീസ് റോമൻ ചക്രവർത്തിയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മാധ്യസ്ഥം തേടുന്നത് എന്തിനാണെന്നറിയാമോ? 2 കാരണങ്ങളാലാണ്. ലിബിയയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ദുഷ്ടനായ ഭീകരനായ ഒരു സർപ്പമുണ്ടായിരുന്നു. വിശുദ്ധ സഹദ ആ സർപ്പത്തെ കൊല്ലുകയും ആ ജനതയെ സംരക്ഷിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാരണം, ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്തിരുന്ന റോമാ ചക്രവർത്തിയുടെ കാലത്ത് വിശുദ്ധ ഗീവർഗീസ് സഹദ അവരെ സഹായിച്ചിരുന്നു. ഇക്കാരണത്താൽ റോമൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തല അറുത്തു കളഞ്ഞു. AD 303 ഏപ്രിൽ 23 അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്നത്. അങ്ങനെ നമ്മുടെ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പള്ളി. 5 ദിവസങ്ങളിലായി വിശുദ്ധ കുർബാനയും സുവിശേഷ പ്രസംഗവും ഒക്കെയായി നല്ല ഭംഗിയായി വളരെ ആഘോഷപരമായിട്ടാണ് അവിടെ പെരുന്നാൾ കൊണ്ടാടിയിരുന്നത്. റാസ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പള്ളി അലങ്കരിച്ചിരുന്നതും വളരെ മനോഹരമായിട്ടായിരുന്നു. ഞങ്ങൾ പോയി റാസയൊക്കെ കണ്ടു. റാസയിൽ മനോഹരമായ പ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇനിയൊരു ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള പള്ളി കൂടിയുണ്ട് കേട്ടോ. ആ പള്ളിയിലെ പെരുന്നാളും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ പള്ളിയിലെ റാസയുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. റാസയിൽ എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, കുട്ടികളും മുതിർന്നവരും എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സൂപ്പറായിരുന്നു കാണാൻ. 7 മണിയൊക്കെ ആയപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ റാസ തിരികെ 9:45 ആയപ്പോഴാണ് എത്തിച്ചേർന്നത്. പിന്നെ ധൂപ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ചെണ്ടമേളത്തിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ മനോഹരമായ ആകാശദീപ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല. തൊട്ടടുത്താണെങ്കിൽ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.